ഇത് രാവിലെ 2:30-യുടെ ഷോയാണ് കണ്ടത്. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ട് പടം. പടം കണ്ടു കഴിയുമ്പോൾ ഈ ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കാം ആയിട്ട് തന്നെ പറയേണ്ടി വരും. ഒന്നുമില്ല, ഇത് മറ്റേ LCU അതൊന്നും അല്ല പടം. ഒരു സാധാരണ പടം. പുള്ളി ഈ സിനിമ കണ്ട് കഥ എഴുതുന്നവരുണ്ട്. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള അതേ ടെംപ്ലേറ്റ്, അതേ കഥ. പിന്നെ ഈ മാസ് കാണിക്കാൻ വേണ്ടി കുറെ തോക്കും ഇടിയും വെട്ടും കുത്തും അതൊക്കെ ആയിട്ട് കുറെ സീനുണ്ട്. അതൊക്കെ കുറെ മടുക്കും നമുക്ക്. പിന്നെ ഈ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ മാസ് കാണിക്കുന്ന ഒരു സീൻ. അതായത് വീട്ടിൽ കയറി കുറെ ഗുണ്ടകൾ തല്ലാൻ വരും. അപ്പൊ നായകൻ ഇടിക്കുന്ന കുറെ സീൻ ഉണ്ടല്ലോ. അപ്പൊ അതും ഇതിനകത്തുണ്ട്. അതുപോലെ ഈ കത്തി സിനിമ എടുത്തുള്ളവർക്ക് തന്നെയാണ്. അപ്പൊ അത് ഇതിലും സീനുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് കൂളാക്കാൻ നോക്കും. പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ 2 സീനുണ്ട് വീട്ടിൽ കയറി തല്ലാൻ വരുന്ന സീൻ. രണ്ടും അത്ര അങ്ങോട്ടൊരു എഫക്ട് വന്നില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊന്നും അത്ര സുഖമൊന്നും തോന്നിച്ചില്ല. മറ്റേ ജയിലറിനെ പോലത്തെ അത്ര ഗൂസ് ബംസ് കിട്ടുന്ന അത്രയ്ക്ക് സീനൊന്നും ഇല്ല. അതാണ്ട് ഈ മ്യൂസിക് അത്ര എഫക്ട് ഇല്ല. മറ്റേ ഇതിനകത്ത് അങ്ങനെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർവൽ പഞ്ചോ അല്ലെങ്കിൽ നല്ല ക്ലൈമാക്സോ ഒരു സീറ്റഡ് ത്രില്ലർ പോലെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കിയാൽ നാഗാർജുന കൊള്ളാം. ഇവിടെ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഉണ്ട്. നല്ല ഇവിടെ ഡ്രസ്സിങ്ങും ഇവിടെ ലുക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു ലുക്കുണ്ട്. ഒരു പ്രായം തോന്നിക്കത്തില്ല. പിന്നെ സാബിൻ അവനെന്താ മലയാളമാണോ തമിഴാണോ പറയുന്നത് തന്നെ കിട്ടത്തില്ല. ഒരു മട്ടാഞ്ചേരി തമിഴാണ്. പിന്നെ അവൻ തമിഴ് ഇങ്ങനെ ആയത് ഒരു മലയാളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും മലയാളം പറയും. അപ്പൊ തന്നെ മനസ്സിലാവും ഓക്കെ അവൻ മലയാളിയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ കാണിക്കും. പിന്നെ ഉപേന്ദ്ര ഇപ്പൊ വരും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം പടം തുടങ്ങുമ്പോൾ ഒന്ന് കാണിക്കും, ചെറുതായിട്ട് കാണിക്കും. പക്ഷെ പിന്നെ പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടും ഉപ്പി വരുന്നില്ല. എന്താ ഇത് വരാത്തത്? ഈ പുള്ളി ഇല്ലേ? അങ്ങനെ കുറെ കഴിഞ്ഞ് പുള്ളി വരും. അത് 2 EDC മാത്രമേ ഉള്ളൂ പുള്ളി. അതും വെറും വേസ്റ്റ് ആയിപ്പോയി. ശ്രുതി ഹാസൻ ആദ്യം കുറച്ച് അഭിനയൊക്കെ കാണാൻ ഞെട്ടിക്കും. അപ്പൊ നമ്മൾ കരുതുന്നതിലൊക്കെ ഇടിക്കാൻ റോളായിരിക്കുന്നത് ഒന്നുമില്ല. അതിന് ആ റോൾ അങ്ങനെയാണോ? അതിന്റെ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല, ചുമ്മാ ഇരിക്കുന്ന റോളാണ്. അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ താരമായ അമീർ ഖാൻ അവസാനം. അമീർ ഖാൻ എന്തോ വലിയ സംഭവമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുവാണ്. ഒന്നുമില്ല, ചുമ്മാ ഈ തോക്കും പിടിച്ച് വരും. പുള്ളിക്ക് ഈ ബോളിവുഡിൽ പൊട്ടിച്ചൊന്നും പോരാനാണ് ഇവിടെ വന്ന് ഇത് പൊട്ടിച്ചത്. അത് ഈ മറ്റേ പുള്ളി പറഞ്ഞല്ലോ, പുള്ളി ഇതിന്റെ സ്റ്റോറി ഒന്നും കേൾക്കാതാണ് ഇതിൽ അഭിനയിച്ചത്. എന്തിനാണോ ഒരു കാര്യമില്ലായിരുന്നു. പുള്ളി ഇവരുടെയൊക്കെ വലിയ ബോസായിട്ടാണ് പുള്ളി അവസാനം വരുന്നത്. പുള്ളി കുറെ പട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ആയിട്ട് കുറെ തോക്ക് വെച്ച് വെടിവെക്കലും പിന്നെ കുറെ വെട്ടാൻ നോക്കലും അങ്ങനെയൊക്കെ കുറെ പരിപാടിയൊക്കെ കാണിച്ച് കുറെ മാസാക്കാൻ നോക്കും. പിന്നെ എനിക്ക് തമിഴൊക്കെ പറയും പുള്ളി. അങ്ങനെയൊക്കെ വലിയ സംഭവമായിട്ട് കാണിക്കാൻ നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പിക്കും. എന്നാൽ അല്ലാണ്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം ഇങ്ങനെ തിയേറ്ററിലൊന്നും പോയി കാണേണ്ട ഒരു കാര്യമില്ല, വേറെ വേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ ഫോർവേഡ് ബട്ടൺ നല്ലോണം എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പടം കണ്ടു നോക്കാൻ പറ്റും. അതിനുള്ളതൊക്കെ ഉള്ളൂ.